10ാം ദിവസവും മാങ്കൂട്ടത്തെ ഒന്ന് തൊടാൻ പോലുമാവാതെ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരികയാണ് കേരള പോലീസിന്. ഇന്നിപ്പോൾ ഹൈക്കോടതി മാങ്കൂട്ടത്തെ തുടരുത്, അറസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ആ അറസ്റ്റ് തടഞ്ഞതോടുകൂടെ ഇനി കണ്ടാൽ പോലും തൊടാൻ പറ്റാത്ത തരത്തിലേക്ക് മാറുകയാണ്. ഇവിടെ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് 32ാമതായി പരിഗണിക്കേണ്ടതായിരുന്നു. എന്നാൽ പ്രത്യേകമായി പരിഗണിക്കണമെന്ന് അദ്ദേഹത്തിന്റെ വക്കീല് എസ് രാജീവ് പറഞ്ഞതോടുകൂടെ കാര്യങ്ങൾ മാറുകയും ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുകയുമായിരുന്നു. അങ്ങനെ ഗർഭചിത്രം അടക്കമുള്ള 1ാമത്തെ കേസിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളതാണ് ഈ ബന്ധമെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും യുവതി പറഞ്ഞ ആരോപണങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ പ്രതി ആയ മാങ്കൂട്ടം അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്നും അതുകൊണ്ട് ഇത് തടയണമെന്നുമാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞു വെക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രത്യേക നീക്കം രാഷ്ട്രീയപരമായി ഇതിന് ഉണ്ട് എന്ന് ഇവിടെ തന്നെ നമുക്ക് വ്യക്തമാവുകയാണ്. മാങ്കൂട്ടം കുറ്റക്കാരനാണ് എന്ന് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം മാങ്കൂട്ടത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ശബരിമല വിഷയത്തിൽ പത്മകുമാറിന്റെ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ പോലും അവിടെ വീണ്ടും ഒരു അറസ്റ്റാണ് നടക്കുന്നത്. 2ാമത്തെ കേസിൽ കൂടി പത്മകുമാർ പ്രതിയാകുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ ജയിലിൽ വെച്ച് തന്നെ പോലീസുകാർ അന്വേഷണം നടത്തുകയും ചെയ്യുമ്പോൾ അപ്പോഴും മാങ്കൂട്ടം എവിടെ എന്ന ചോദ്യം കേരളക്കര മുഴുവൻ ചോദിച്ചു. ഒരു വ്യാഴാഴ്ച 4:30 മണിക്ക് ജനങ്ങൾക്കിടയിൽ നിന്നും കാണാതായ ഒരു ജനപ്രതിനിധി പോയത് ഒരു പോളോ കാറിലാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും എങ്ങോട്ട് പോയി, ആരുടെ കൂടെ പോയി, എവിടെയാണ് ഉള്ളത് എന്നറിയാനേ പറ്റിയിട്ടില്ല. അതിനിടയിൽ വന്നു ആഡംബര വില്ലയിലാണ് താമസമെന്ന്. ഇങ്ങനെ കഥയ്ക്ക് പിന്നാലെ കഥകൾ മെനയുന്നതിനപ്പുറത്ത് മാങ്കൂട്ടം എന്ന എല്ലാവർക്കും സുപരിചിതനായ ജനപ്രതിനിധി എവിടെ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമുണ്ടായിരുന്നില്ല. ഇന്ന് പിടിക്കും, ഇപ്പോൾ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് രായ്ക്ക് രാമായണം ഓടിക്കൊണ്ടേയിരിക്കുന്ന കേരള പോലീസിന് കണ്ടു. കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞത് കേരള പോലീസിന് എന്താണ് പണി, ഞങ്ങൾ പുറത്താക്കേണ്ടുന്ന സമയത്ത് പുറത്താക്കി കഴിഞ്ഞു, ഞങ്ങൾ എടുക്കേണ്ട നടപടിയും നിലപാടും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ എടുത്തു, ഇനി നോക്കേണ്ടത് ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ പടയുമായ പോലീസുമാണ് എന്നാണ്. പക്ഷേ കാര്യങ്ങൾ ഇന്ന് 10ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഉദയം സംഭവിക്കുകയാണ്. ആ ഉദയം മാങ്കൂട്ടത്തിൽ ആശ്വാസവും രക്ഷപ്പെടാനുള്ളതുമായി മാറുകയാണ്. അയാൾ കുറ്റക്കാരനാണോ എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ തുടരുകയും ചെയ്യുകയാണ്. എന്താണെങ്കിലും ഈ മാസം തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് അതിന്റെ ഫലവും കഴിഞ്ഞ് 15-നാണ് ഇനി ഈ ഹർജി പരിഗണിക്കുക. ബാക്കി അപ്പോൾ കാണാം.